കൃഷ്ണ. ഇന്ന് ഡിസംബർ 21. ഗുരുവായൂരിലെ ആകാശം പോലും ഒരു താമരപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നിക്കും. കാരണം ഇന്നത്തെ കണ്ണൻ്റെ ഉച്ചപൂജാ അലങ്കാരം താമരപ്പൂവിൽ നിന്ന് പൊന്നോടക്കുഴൽ വിളിക്കുന്ന കാലുകളിങ്ങനെ പിണച്ചു വെച്ചിട്ട് താമരപ്പൂവിൻ്റെ മുകളിൽ നിന്നിട്ട് പൊന്നോടക്കുഴൽ വിളിക്കുന്ന ബാലഗോപാലനായിട്ടാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. പൂമണമുള്ള ഒരു പ്രഭാതത്തിൻ്റെ തുടർച്ചയായിട്ട് ഉച്ചയുടെ മൃദുലമായ വെളിച്ചത്തിൽ ഗുരുവായൂർ അമ്പല നട ഇങ്ങനെ പുണ്യ സാന്നിധ്യമായിട്ട് ശാന്തമാവുമ്പോൾ അവിടെ എത്തുന്ന ഓരോ ഭക്തഹൃദയത്തിലും ഒരു നിമിഷം നിശബ്ദമായി പോവുകയാണ്. കാരണം എന്താണെന്നറിയോ? അവിടെ നമ്മുടെ ഉണ്ണിയുണ്ട്, നമ്മുടെ ഉണ്ണിക്കണ്ണനുണ്ട്. താമരപ്പൂവിൻ്റെ മടിയിൽ ഇങ്ങനെ നിന്ന് ലോകത്തെ മുഴുവൻ മറക്കുന്ന ആ ഒരു ബാലകൃഷ്ണ ചൈതന്യം. പിങ്കും വെളുപ്പും ഇഴചേരുന്ന ആ താമരദളങ്ങൾക്ക് നടുവിൽ പവിഴാധരങ്ങളിൽ ഇങ്ങനെ പുഞ്ചിരിയായിട്ട് കണ്ണുകളിലൊക്കെ ഇങ്ങനെ കുസൃതി ഒളിപ്പിച്ചുകൊണ്ട് ചെറുവിരലുകൾ ഇങ്ങനെ പിടിച്ച് ആ ഓടക്കുഴലിൽ ഇങ്ങനെ പിടിച്ചിട്ട് മധുരമായി നിൽക്കുന്ന ബാലഗോപാലൻ. അതൊരു വെറും വിഗ്രഹമൊന്നുമല്ല, അതിങ്ങനെ ഭക്തിയുടെ സ്പർശം കൊണ്ട് ജീവൻ വെച്ചിട്ടുള്ള, ജീവൻ നിറഞ്ഞു നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ അവതാരം തന്നെയാണ്. ഓടക്കുഴലിൻ്റെ ആഹ്ലാദം നമ്മുടെ അന്തരീക്ഷത്തിൽ എങ്ങനെ നിശബ്ദമായിട്ട് മുഴങ്ങണമെന്ന് പറയാൻ നോക്ക്. അത് ഓരോ ഭക്തനും അനുഭവിച്ചറിയാൻ പറ്റും. ശബ്ദമില്ലാതെ തന്നെ ഹൃദയങ്ങളിൽ ഇങ്ങനെ സംഗീതം പകരുന്ന ഒരു ദിവ്യമായ ഒരു ഓടക്കുഴൽ നാദമാണത്. വരൂ, എന്നോടൊപ്പം കളിക്കൂ, എന്നെ ഒന്ന് നോക്കി ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉണ്ണി ഇങ്ങനെ നിൽക്കണ പോലെ. താമരപ്പൂവ് എന്ന് പറയുന്നത് അത് വെറും ഒരു പൂവല്ല, അതൊരു ശുദ്ധിയുടെ, സത്യത്തിൻ്റെ, ആത്മജാഗ്രതയുടെ പ്രതീകമായിട്ടാണ് ഉണ്ണിക്കണ്ണൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആ താമരയിൽ നിന്ന് ബാലഗോപാലൻ നമ്മുടെ ജീവിതത്തിലേക്കും ഈ എല്ലാം ശുദ്ധി, സത്യം, ആത്മജാഗ്രത ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും കിളിർക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ആ ബാലഗോപാലനെ കണ്ട് പ്രാർത്ഥിക്കുകയാണ്. കണ്ണൻ്റെ കാൽവിരലുകൾ താമരദളങ്ങൾ ഇങ്ങനെ ചുംബിക്കുന്ന പോലെ, കാലുകൾ കൊണ്ട് ചുംബിക്കുന്ന പോലെ ഭക്തൻ്റെ മനസ്സും ആ പാദങ്ങളിൽ എങ്ങനെ ലയിച്ചങ്ങ് പോകും. ഇന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ രാജാവല്ല, ഒരു ലീലാവിഗ്രഹനായ ഒരു കുഞ്ഞാണ്, ഒരു കുഞ്ഞു ബാലഗോപാലനാണ്. ഓടക്കുഴൽ വിളിക്കുന്ന ബാലഗോപാലനാണ്. മകനെയോ മകളെയോ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുന്ന അമ്മയുടെ ഉള്ളിലെ കണ്ണുനീര് പോലെ, ഒരു കുഞ്ഞിനെ നോക്കി പുഞ്ചിരിക്കുന്ന പിതാവിൻ്റെ അഭിമാനം പോലെ, ഒരു കളിക്കൂട്ടുകാരനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെ, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവ്യാനുഭവമാണ് താമര ഇതെല്ലാം നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ. ഓരോ പൂവിതളും ഭക്തിയുടെ മന്ത്രമാണ് ചൊല്ലുന്നത്. ഓരോ ദീപനാളവും കണ്ണൻ്റെ മുഖത്തെ ഇങ്ങനെ പ്രകാശിപ്പിക്കുകയാണ്. ഉച്ചപൂജയിൽ നമ്മുടെ ചിന്തകളും ചുമടുകളും കണ്ണൻ്റെ താമരപ്പൂവിൻ്റെ അടിയിൽ വെച്ചിട്ട് ആ ഓടക്കുഴലിൻ്റെ മൗനഗീതത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ മറന്ന് നിൽക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളും, നമ്മുടെ ചിന്തകളും, നമ്മുടെ ചുമടുകളും എല്ലാം അത് കണ്ണൻ്റെ കാൽക്കീഴിൽ, കണ്ണൻ അതിൻ്റെ മുകളിൽ താമരപ്പൂവായി നിന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഭക്തിയുടെ, സ്നേഹത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ സംഗീതം ഇങ്ങനെ ഒഴുക്കി വിടുകയാണ്. കാരണം ബാലഗോപാലൻ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, ഒരു കുഞ്ഞിൻ്റെ നൈർമല്യത്തോടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഗുരുവായൂരിൽ കണ്ണൻ ബാലനായി, ആ ചിരിയിൽ ലോകം അങ്ങനെ ശാന്തായി. ഗുരുവായൂരപ്പ, ആ താമരപ്പൂവ് പോലെ ഞങ്ങളുടെ ഹൃദയവും നിനക്കായി എന്നും വിരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാരായണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഗുരുവായൂരപ്പ.